ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. ഈ വീഡിയോയിൽ അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിൽ വരുന്ന 4th മോഡ്യൂളാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. 2nd മോഡ്യൂൾ ആൻഡ് 3rd മോഡ്യൂൾ ലാസ്റ്റായിട്ട് ഷെയർ ചെയ്യാം. 4th മോഡ്യൂളിൽ വരുന്നത് ഡേറ്റ ലിങ്ക് ലെയർ ആണ്. 4th മോഡ്യൂളിൽ നമ്മൾ കംപ്ലീറ്റ് പഠിക്കാൻ പോകുന്നത് ഡേറ്റ ലിങ്ക് ലെയർ ആൻഡ് അതിൻ്റെ ഫങ്ഷണാലിറ്റീസ് ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഡേറ്റ ലിങ്ക് ലെയറിൻ്റെ ഇൻട്രൊഡക്ഷൻ ആൻഡ് അതിൽ വരുന്ന ഫ്രെയിമിംഗ് എങ്ങനെയാണ് നടക്കുന്നത്, അതിൻ്റെ 2 ടൈപ്സ് ഉണ്ട്. അപ്പോൾ അതും കൂടി ഈ ഒരു വീഡിയോയിൽ നോക്കാം. ഈ ഡേറ്റ ലിങ്ക് ലെയർ എന്ന് പറയുന്നത് നോഡ് ടു നോഡ് കമ്മ്യൂണിക്കേഷൻ എനേബിൾ ചെയ്ത് തരും ബിറ്റ്വീൻ 2 അഡ്ജസൻറ്റ് നോഡ്സ്. പിന്നെ ഇതിന് കുറേ ഫങ്ഷണാലിറ്റീസ് ഉണ്ട്. ഫ്രെയിമിംഗ്, ഫ്ലോ ആൻഡ് എറർ കൺട്രോൾ, എറർ ഡിറ്റക്ഷൻ ആൻഡ് എറർ കറക്ഷൻ. ഇതൊക്കെയാണ് ഈ ഡേറ്റ ലിങ്ക് ലെയറിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ്. ഇതൊക്കെയാണ് ഈ ഡേറ്റ ലിങ്ക് ലെയർ ചെയ്യുന്നത്. ഫ്രെയിമിംഗ്, ഫ്ലോ കൺട്രോൾ, എറർ ഡിറ്റക്ഷൻ, കറക്ഷൻ, ഇതൊക്കെ. ഇനി ഇതെന്ന് പറയുന്നത് ഫിസിക്കൽ ലെയറിൻ്റെ മേളിലുള്ള ലെയറാണ്. സെൻറ്റർ സൈഡിൽ ഇറ്റ് റിസീവ്സ് ഡേറ്റ ഫ്രം ദി നെറ്റ്വർക്ക് ലെയർ ആൻഡ് പ്രൊവൈഡ്സ് ഡേറ്റ ടു ദി ഫിസിക്കൽ ലെയർ. അത് റിസീവർ സൈഡ് എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഗെറ്റ്സ് ദ ഡേറ്റ ഫ്രം ഫിസിക്കൽ ലെയർ ആൻഡ് പ്രൊവൈഡ്സ് ദ ഡേറ്റ ഓർ സർവീസ് ടു ദി നെറ്റ്വർക്ക് ലെയർ. ഇങ്ങനെയാണ് ഉള്ളത്. ആൻഡ് ഇതിൻ്റെ ഫങ്ഷണാലിറ്റീസ് ആണ് ഫ്രെയിമിംഗ്, ഫ്ലോ കൺട്രോൾ, എറർ കൺട്രോൾ. ഇതാണ് ഈ മൊഡ്യൂൾ ഫുള്ള് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഉള്ള ഫങ്ഷണാലിറ്റിയാണ് ഫ്രെയിമിംഗ് മീൻസ് ഇപ്പോൾ നമുക്ക് സെൻറ്റർ സൈഡ് എടുക്കുകയാണെങ്കിൽ നെറ്റ്വർക്ക് ലെയറിൽ നമ്മളുടെ ഡേറ്റാസ് എല്ലാം പാക്കറ്റ്സിലായിരിക്കും. ഡേറ്റാഗ്രാം പാക്കറ്റ്സ് ആ ഒരു ഫോർമാറ്റിലായിരിക്കും. ഡേറ്റ ലിങ്ക് ലെയറിൽ വരുമ്പോൾ നമ്മൾ ഈ മെസ്സേജിനെ ഫ്രെയിംസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ അത് ഡിഫറെൻറ്റ് ലെയേഴ്സ് പാസ്സായിട്ടാണ് വരുന്നത്. അപ്പോൾ ലാസ്റ്റ് ഫിസിക്കൽ ലെയർ വരുമ്പോൾ നമ്മളുടെ മെസ്സേജസ് ബിറ്റ്സിൻ്റെ ഫോർമാറ്റിലായിരിക്കും. അപ്പോൾ അതിൻ്റെ തൊട്ട് മേളിലുള്ളതാണ് ഡേറ്റ ലിങ്ക് ലെയർ. ഇവിടെ നമ്മളുടെ മെസ്സേജസ് എല്ലാം ഫ്രെയിംസിൻ്റെ ഫോർമാറ്റിലായിരിക്കും. ഇപ്പോൾ റിസീവർ സൈഡ് എടുക്കുകയാണെങ്കിൽ റിസീവർ ഫിസിക്കൽ ലെയറിലുള്ള മെസ്സേജാണ് ഡേറ്റ ലിങ്ക് ലെയറിലോട്ട് എടുക്കുന്നത്. അപ്പോൾ ഫിസിക്കൽ ലെയറിൽ നമ്മളുടെ ഡേറ്റ ബിറ്റ്സിൻ്റെ ഫോർമാറ്റിലായിരിക്കും. ആൻഡ് അതിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ സിഗ്നൽസ് ആയിട്ടായിരിക്കും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ ബിറ്റ്സിനെ ഫ്രെയിംസിലോട്ട് കൺവേർട്ട് ചെയ്യും. അതാണ് ഡേറ്റ ലിങ്ക് ലെയറിൻ്റെ ഫങ്ഷണാലിറ്റീസ്. ഡേറ്റ ട്രാൻസ്മിഷൻ ഇൻ ദ ഫിസിക്കൽ ലെയർ മീൻസ് ഇൻവോൾവിംഗ് ബിറ്റ്സ് ഇൻ ദ ഫോം ഓഫ് എ സിഗ്നൽ ഫ്രം ദ സോഴ്സ് ടു ദ ഡെസ്റ്റിനേഷൻ. The data link layer, on the other hand, needs to pack bits into frames so that each frame is distinguishable from another. Framing in the data link layer separates a message from one source to a destination by adding a sender and a destination address. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ ഈ ഡേറ്റ ലിങ്ക് ലെയർ OSI മോഡലിലുള്ള എല്ലാ ലെയേഴ്സിൻ്റെയും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. അപ്പോൾ ഈ ഡേറ്റ ലിങ്ക് ലെയറിൽ പറഞ്ഞിട്ടുണ്ട് ഫ്രെയിംസ് ആയിട്ടാണ് നമ്മളുടെ മെസ്സേജസ് ഡിവൈഡ് ആക്കുന്നതെന്ന്. അപ്പോൾ ഈ ഫ്രെയിംസിൻ്റെ ഫോർമാറ്റാണ്. ഇതൊരു ഫ്രെയിമായിട്ട് എടുക്കാം. ഇതിൽ ആദ്യം ഒരു ഹെഡർ കാണും, ഹെഡർ പാർട്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ഡേറ്റ പാർട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ട്രെയിലർ പാർട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ചത്. ഇതാണ് നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ നോക്കിയപ്പോൾ ഒരു ബേസിക് ഫ്രെയിമിൻ്റെ ഒരു സ്ട്രക്ചർ. ഇതിൽ ഈ ഹെഡർ പാർട്ടിൽ സോഴ്സിൻ്റെയും ഡെസ്റ്റിനേഷൻ്റെയും അഡ്രസ്സ് നമ്മൾ കൊടുക്കും. ദെൻ ഈ ഡേറ്റ പാർട്ടിൽ ഡേറ്റാസാണ്, ആക്ച്വൽ മെസ്സേജാണുള്ളത്. ആൻഡ് ട്രെയിലർ പാർട്ടിന് നമുക്ക് എറർ കറക്ഷൻ ഓർ എറർ ഡിറ്റക്ഷന് ആവശ്യമുള്ള കുറച്ച് ഡേറ്റാസ് ഈ ട്രെയിലർ പാർട്ടിൽ കാണും. ഇനി ഈ ഫ്രെയിമിംഗ് നമുക്ക് 2 ടൈപ്സിൽ ചെയ്യാൻ പറ്റും. ക്യാരക്ടർ ഓറിയൻറ്റഡ് ഫ്രെയിമിംഗ് ആൻഡ് ബിറ്റ് ഓറിയൻറ്റഡ് ഫ്രെയിമിംഗ്. ക്യാരക്ടർ ഓറിയൻറ്റഡിനെ നമ്മൾ ബൈറ്റ് ഓറിയൻറ്റഡ് എന്നും പറയും. ഈ ക്യാരക്ടർ ഓറിയൻറ്റഡ് ഫ്രെയിമിങ്ങിൽ നമ്മളുടെ ഡേറ്റാസ് എല്ലാം 8 ബിറ്റ്സ് ആയിരിക്കും. 8 ബിറ്റ്സ് ഈക്വൽ ടു 1 ബൈറ്റ്. അപ്പോൾ നമ്മളുടെ ഡേറ്റാസ് 1 ബൈറ്റ് ആയിരിക്കും. ഇൻ ക്യാരക്ടർ ഓറിയൻറ്റഡ് ഫ്രെയിമിംഗ് ഡേറ്റ ടു ബി ക്യാരിഡ് ആർ 8 ബിറ്റ് ക്യാരക്ടേഴ്സ്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ കുറേ ഫ്രെയിംസ് സെൻഡ് ചെയ്യും ഫ്രം സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഓരോ ഫ്രെയിമിൻ്റെയും സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഏതാണ് എന്ന് നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ അത് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ആൻഡ് എൻഡ് ഓഫ് ദ ഫ്രെയിം നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഫ്രെയിമിൻ്റെ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ഒരു ഫ്ലാഗ് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്യുന്ന ഫ്ലാഗിൻ്റെ പേരാണ് ഫ്രെയിം ഡീലിമിറ്റർ. അപ്പോൾ നമ്മൾ നോർമലി ഒരു ഫ്രെയിമിൻ്റെ സ്ട്രക്ചറിൽ ഹെഡർ, ഡേറ്റ പാർട്ട്, ട്രെയിലർ പാർട്ട് കാണുമെന്ന് പറഞ്ഞു. ബട്ട് ഒരു ഫ്രെയിമിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രം ദ നെക്സ്റ്റ് ഫ്രെയിം നമ്മളിതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്രെയിമിൻ്റെ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ഫ്ലാഗ് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ ഫ്ലാഗിൻ്റെ പേരാണ് ഫ്രെയിം ഡീലിമിറ്റർ. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളുടെ ഒരു ഫ്രെയിമിൻ്റെ സ്ട്രക്ചർ മാറും. അപ്പോൾ ഒരു ഫ്രെയിമിൻ്റെ ആക്ച്വൽ സ്ട്രക്ചർ ഇതാണ്. ആദ്യം ഒരു ഫ്ലാഗ് കാണും, അത് കഴിഞ്ഞിട്ട് ഒരു ഹെഡർ കാണും, അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഡേറ്റ പാർട്ട്, അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ട്രെയിലർ, അത് കഴിഞ്ഞിട്ട്
പിന്നെയും ഒരു ഫ്ലാഗ്. ഇതാണ് നമ്മളുടെ ആക്ച്വൽ ഫ്രെയിമിൻ്റെ ഒരു സ്ട്രക്ചർ. ഇതിൽ ഹെഡർ പാർട്ടിൽ സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ അഡ്രസ്, പിന്നെ സം അഡീഷണൽ ഇൻഫർമേഷൻസ് ഒക്കെ കാണും. ഡേറ്റ പാർട്ടിൽ ആക്ച്വൽ ഡേറ്റ, ട്രെയിലർ പാർട്ടിൽ എറർ കറക്ഷനിലുള്ള ഡേറ്റ. പിന്നെ ഈ ഒരു ഫ്ലാഗും ഫസ്റ്റുള്ള ഫ്ലാഗും ലാസ്റ്റുള്ള ഫ്ലാഗും ഡീലിമിറ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. ഫസ്റ്റ് ഫ്ലാഗ് സ്റ്റാർട്ട് ഓഫ് ദ ഫ്രെയിം ഡിഫൈൻ ചെയ്യും, ലാസ്റ്റ് ഫ്ലാഗ് എൻഡ് ഓഫ് ദ ഫ്രെയിം ഡിഫൈൻ ചെയ്യും. ഇതാണ് ഫ്രെയിമിൻ്റെ സ്ട്രക്ചർ. ബട്ട് ഇനിയും നമുക്കൊരു ഇഷ്യൂ ഉണ്ട്. ഇപ്പോൾ ഈ ഫ്ലാഗ് നമ്മൾ ഫ്രണ്ടിലും ലാസ്റ്റിലും ആഡ് ചെയ്യുന്ന ഫ്ലാഗ് ഒരു ഫ്രെയിമിൻ്റെ സ്റ്റാർട്ട് ആൻഡ് എൻഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ബട്ട് വാട്ട് ഇഫ് ഡേറ്റ പാർട്ടിലും നമുക്ക് ഈ സെയിം ഫ്ലാഗ് പാറ്റേൺ വെച്ചിട്ടുള്ള ഡേറ്റ ഉണ്ടെങ്കിൽ എന്ത് നടക്കും? അപ്പോൾ അവിടെ നമ്മളുടെ റിസീവർ സൈഡ്, ഈ ഡേറ്റ ലിങ്ക് ലെയർ അതിനെ സ്റ്റാർട്ട് അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ ഫ്രെയിം ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ അവിടെ ഒരു മിസ്കമ്മ്യൂണിക്കേഷനാണ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബൈറ്റ് സ്റ്റഫിംഗ് എന്നൊരു കോൺസെപ്റ്റ് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്യാരക്ടർ ഓറിയൻറ്റഡ് ഫ്രെയിമിംഗ് ആണ്. ക്യാരക്ടർ ഓറിയൻറ്റഡ് ഫ്രെയിമിങ്ങിൽ ഡേറ്റാസ് 8 ബിറ്റ്സ് ആയിരിക്കും, 8 ബിറ്റ്സ് ക്യാരക്ടേഴ്സ് ആയിരിക്കും. ആൻഡ് ഇതിൽ നമ്മൾ സ്റ്റാർട്ട് ആൻഡ് എൻഡിന് വേണ്ടിയിട്ട് ഫ്രെയിം ഡീലിമിറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഡീലിമിറ്റേഴ്സ് അതിൻ്റെ സൈസും 8 ബിറ്റ് ആണ്. ദറ്റ് ഈസ് 1 ബൈറ്റ്. ഇത് നമ്മൾ ഫ്രണ്ടിലും ബാക്കിലാണ് ആഡ് ചെയ്യുന്നത്. ആൻഡ് ക്യാരക്ടർ ഓറിയൻറ്റഡ് ഫ്രെയിമിങ്ങിനെ നമ്മൾ ബൈറ്റ് ഓറിയൻറ്റഡ് ഫ്രെയിമിംഗ് എന്നും പറയും. ആൻഡ് ഇതിൽ യൂസ് ചെയ്യുന്ന ഈ ഡീലിമിറ്റർ മോസ്റ്റ്ലി ESC ക്യാരക്ടർ ആയിരിക്കും, എസ്കേപ്പ് ക്യാരക്ടർ ആയിരിക്കും നമ്മൾ ഫ്ലാഗായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സപ്പോസ് നമുക്ക് ഒരു ഫ്രെയിമുണ്ട്, അതിൽ ഫസ്റ്റ് പൊസിഷനിൽ ഫ്ലാഗ് ഉണ്ട്, പിന്നെ ഹെഡറുണ്ട്, ഡേറ്റ പാർട്ടിൽ എനിക്ക് ഇപ്പോൾ ഒരു എസ്കേപ്പ് ക്യാരക്ടറാണ് ഉള്ളതെന്ന് വെക്കാം. ദെൻ അത് കഴിഞ്ഞിട്ട് ഒരു ട്രെയിലർ പാർട്ടുണ്ട്, എഗെയിൻ ഒരു ഫ്ലാഗ് ഉണ്ട്. ഇപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എനിക്കുള്ള ഈ എസ്കേപ്പ് ക്യാരക്ടറിനെ കമ്പ്യൂട്ടർ സ്റ്റാർട്ട് അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ ഫ്രെയിം ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ അവിടെ തെറ്റാണ് നടക്കുന്നത്. ബിക്കോസ് ഇത് ആക്ച്വലി ഒരു ഡേറ്റ ആണ്, ആ മെസ്സേജിലുള്ള ഒരു പാർട്ടാണ് ഈ എസ്കേപ്പ് ക്യാരക്ടർ. ബട്ട് അതിനെ കമ്പ്യൂട്ടർ പ്രോസസ്സ് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് അല്ലെങ്കിൽ എൻഡ് ഡീലിമിറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ ഈ ഒരു ഇത് നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബൈറ്റ് സ്റ്റഫിംഗ് എന്നൊരു കോൺസെപ്റ്റാണ് കൊണ്ടുവന്നേക്കുന്നത്. ഈ ബൈറ്റ് സ്റ്റഫിംഗ് നമ്മൾ ക്യാരക്ടർ ഓറിയൻറ്റഡ് ഫ്രെയിമിങ്ങിലാണ് ചെയ്യുന്നത്. ബൈറ്റ് സ്റ്റഫിങ്ങിൽ ഡേറ്റ പാർട്ടിൽ എവിടെയെങ്കിലും നമ്മളുടെ ഡീലിമിറ്ററിൻ്റെ അതേ സെയിം പാറ്റേണിൽ ഫ്ലാഗ്സ് വരുവാണെങ്കിൽ, ആ ഫ്ലാഗിൻ്റെ സെയിം പാറ്റേണിൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് വരുവാണെങ്കിൽ അതിന് തൊട്ട് മുന്നേ നമ്മളൊരു ESC ക്യാരക്ടർ ആഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്യുന്നതിൻ്റെ പേരാണ് ബൈറ്റ് സ്റ്റഫിങ്. ആൻഡ് ബൈറ്റ് സ്റ്റഫിങ്ങിൽ നമ്മൾ സെൻറ്റർ സൈഡ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കും. റിസീവർ സൈഡ് പോകുമ്പോൾ ഇങ്ങനെ ആഡ് ചെയ്ത ഈ ബൈറ്റ്സൊക്കെ റിസീവർ റിമൂവ് ചെയ്യും, ഡിസ്കാർഡ് ചെയ്യും. റിസീവർ സൈഡുള്ള ഡേറ്റ ലിങ്ക് ലെയർ ഡിസ്കാർഡ് ചെയ്യും. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അപ്പർ ലെയറിൽ നിന്ന് കിട്ടുന്ന ഡേറ്റ ഇതാണ്. ഇതിൽ ഫ്ലാഗ് ഉണ്ട്, പിന്നെ ESC ക്യാരക്ടറുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ഫ്രെയിംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് പാർട്ടിൽ ഫ്ലാഗ് ഉണ്ട്, ലാസ്റ്റ് പാർട്ടിൽ ഒരു ഫ്ലാഗ് ഉണ്ട്, പിന്നെ ഹെഡർ പാർട്ടുണ്ട്. ഹെഡർ പാർട്ട് കഴിഞ്ഞിട്ടുള്ളത് ഡേറ്റ പാർട്ടാണ്. ഡേറ്റ പാർട്ടിൽ നമുക്ക് ഒരു ഫ്ലാഗ് ഉണ്ട്, ഓൾറെഡി ഒരു ഫ്ലാഗ് ഉണ്ട്. ബട്ട് ഈ ഫ്ലാഗും ഈ ഫസ്റ്റുള്ള ഈ ഡീലിമിറ്റർ ഫ്ലാഗും മിസ്കമ്മ്യൂണിക്കേഷൻ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഫ്ലാഗിൻ്റെ തൊട്ട് മുന്നേ ഒരു ESC ക്യാരക്ടർ നമ്മൾ ആഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഡേറ്റ പാർട്ടിൽ പിന്നെ ഒരു ESC ക്യാരക്ടർ ഉണ്ട്. അപ്പോൾ അവിടെയും മിസ്കമ്മ്യൂണിക്കേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ESC ക്യാരക്ടറിന് മുന്നേയും ഒരു ESC ക്യാരക്ടർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ആക്ച്വലി 2 എക്സ്ട്രാ ബൈറ്റ്സ് ആണ് സ്റ്റഫ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഡേറ്റ പാർട്ടിൽ എവിടേക്കാണോ നമ്മളുടെ ഡീലിമിറ്ററിൽ സെയിം പാറ്റേണിൽ ഡേറ്റാസ് വരുന്നത് അതിൻ്റെ തൊട്ട് മുന്നേ നമ്മൾ ഒരു 1 ബൈറ്റ് ESC ക്യാരക്ടർ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ 2 എക്സ്ട്രാ ബൈറ്റ്സ് നമ്മൾ സ്റ്റഫ് ചെയ്തു. ഇനി അടുത്ത റിസീവർ സൈഡുള്ള ഡേറ്റ ലിങ്ക് ലെയർ ഇതിനെ റിസീവ് ചെയ്യുമ്പോൾ ഈ സെയിം ഫോർമാറ്റിലായിരിക്കും. റിസീവ് ചെയ്തതിന് ശേഷം ഇതിനെ അൺസ്റ്റഫ് ചെയ്ത് എടുക്കും. റിസീവ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെഡർ പാർട്ട്, ട്രെയിലർ പാർട്ട് എല്ലാം തന്നെ ഡിസ്കാർഡ് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്ത ഈ ESC ക്യാരക്ടേഴ്സ് എല്ലാം കൂടിയും റിമൂവ് ചെയ്ത് കിട്ടും, ഡിസ്കാർഡ് ചെയ്യും. അപ്പോൾ നമ്മളുടെ ഒറിജിനൽ ഡേറ്റ അത് കഴിഞ്ഞിട്ട് അതിൽ നമ്മൾ ഡേറ്റ സ്റ്റഫ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് റിസീവർ സൈഡ് പോകുമ്പോൾ സ്റ്റഫ് ചെയ്ത ബൈറ്റ്സ് നമ്മൾ ഡിസ്കാർഡ് ചെയ്തു. ഇത്രയേ ഉള്ളൂ ക്യാരക്ടർ ഓറിയൻറ്റഡ് ഫ്രെയിമിംഗ്. ഇനിയുള്ളതാണ് ബിറ്റ് ഓറിയൻറ്റഡ് ഫ്രെയിമിംഗ്. ബിറ്റ് ഓറിയൻറ്റഡ് ഫ്രെയിമിങ്ങിൽ നമ്മളുടെ ഡേറ്റ പാർട്സ് എല്ലാം ബിറ്റ്സിൻ്റെ ഫോമാറ്റിലായിരിക്കും, 0s and 1s ആയിരിക്കും. ഇവിടെ നമ്മൾ ക്യാരക്ടർ ഓറിയൻറ്റഡിൽ യൂസ് ചെയ്തതുപോലെ തന്നെ ഡീലിമിറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് നമ്മൾ അതിൽ യൂസ് ചെയ്ത ഡീലിമിറ്റർ ആണെങ്കിൽ ഒരു ഫ്ലാഗ് അത് ESC ക്യാരക്ടർ ആയിരുന്നു. ബട്ട് ഇവിടെ നമ്മൾ ഡീലിമിറ്ററായിട്ട് യൂസ് ചെയ്യുന്ന ഫ്ലാഗിൻ്റെ പാറ്റേൺ ഒരു 8 ബിറ്റ് പാറ്റേൺ ആണ്. ആ പാറ്റേൺ 0,
അതിൻ്റെ പാറ്റേണാണ് 0, പിന്നെ 6 വൺസ്, അത് കഴിഞ്ഞിട്ട് ഒരു 0, 1 2 3 4 5 6, അത് കഴിഞ്ഞിട്ട് ഒരു 0. ഇതാണ് ബിറ്റ് ഓറിയൻറ്റഡ് ഫ്രെയിമിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡീലിമിറ്ററിൻ്റെ പാറ്റേൺ. സ്റ്റാർട്ടിലും കൊടുക്കും, എൻഡിലും കൊടുക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതൊരു ഫ്രെയിം ആണെങ്കിൽ ഇവിടെ ഒരു ഫ്ലാഗ് ഉണ്ട്, ദെൻ ഇത് ഹെഡർ പാർട്ട്, ഇത് ഡേറ്റ പാർട്ട്, ഇത് ട്രെയിലർ പാർട്ട്, ലാസ്റ്റ് ഇതൊരു ഫ്ലാഗാണ്. ഈ ഫ്ലാഗ് പാർട്ടിലെല്ലാം നമ്മൾ ഈ ഒരു 8-ബിറ്റ് പാറ്റേൺ ആണ് കൊടുക്കുന്നത്. ദാറ്റ് ഇസ് 0 6 1s ആൻഡ് 1 0, ഈ ഒരു പാറ്റേൺ ആണ് കൊടുക്കുന്നത്. ഇനി ഇവിടെയും നമുക്ക് സെയിം നമ്മളുടെ ഡീലിമിറ്ററിൻ്റെ സെയിം പാറ്റേണിൽ ഡേറ്റാസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ വന്നാൽ നമ്മളുടെ പ്രോസസ്സർ അതിനെ തെറ്റായിട്ട് കൺസിഡർ ചെയ്യും. അത് ഡീലിമിറ്ററായിട്ട് കൺസിഡർ ചെയ്തിട്ട് ഹോൾ ഇൻ്റർപ്രിറ്റേഷൻ തന്നെ റോങ് ആവും. അപ്പോൾ അത് നമ്മളിവിടെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെയും സ്റ്റഫിങ് ചെയ്യും. ബട്ട് ക്യാരക്ടർ ഓറിയൻറ്റഡിൽ നമ്മൾ ചെയ്യുന്നത് ബൈറ്റ് സ്റ്റഫിങ് ആയിരുന്നു. ബട്ട് ഇവിടെ നമ്മൾ ചെയ്യുന്നത് ബിറ്റ് സ്റ്റഫിങ് ആണ്. ക്യാരക്ടർ ഓറിയൻറ്റഡിൽ നമ്മൾ ബൈറ്റ് സ്റ്റഫിങ് ആണ് ചെയ്തത്. ബൈറ്റ് സ്റ്റഫിങ്ങിൽ നമ്മൾ 8 ബിറ്റാണ് ആഡ് ആക്കിയത്. ബട്ട് ബിറ്റ് ഓറിയൻറ്റഡിൽ നമ്മൾ ബിറ്റ് സ്റ്റഫിങ് ആണ് ചെയ്യുന്നത്. ബിറ്റ് സ്റ്റഫിങ്ങിൽ നമ്മൾ 1 ബിറ്റ് മാത്രമാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ബിറ്റ് ഓറിയൻറ്റഡ് ഫ്രെയിമിങ്ങിൽ നമുക്ക് ഡേറ്റാസ് എല്ലാം ബിറ്റ്സിൻ്റെ ഫോർമാറ്റിലായിരിക്കും. നമ്മളുടെ ഡീലിമിറ്ററിൻ്റെ പാറ്റേൺ ആണെങ്കിൽ 0 1 1 1 1 1 1 0, ഇതാണ് നമ്മളുടെ ഡീലിമിറ്ററിൻ്റെ പാറ്റേൺ. അപ്പോൾ ഈ ഒരു പാറ്റേൺ നമ്മളുടെ ഡേറ്റ പാർട്ടിൽ വന്നാൽ അത് റോങ് ആയിട്ട് ഇൻ്റർപ്രിറ്റ് ചെയ്യും പ്രോസസ്സർ. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബിറ്റ് സ്റ്റഫിങ്ങിൻ്റെ കോൺസെപ്റ്റാണ് യൂസ് ചെയ്യുന്നത്. ബിറ്റ് സ്റ്റഫിങ്ങിൽ നമ്മൾ ആക്ച്വലി എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡേറ്റ പാർട്ടിൽ ഒരു 0, അതിൻ്റെ കൂടെ തന്നെ 5 കോൺസിക്യൂട്ടീവ് വൺസ് വരുവാണെങ്കിൽ 1 0 ആൻഡ് അതിൻ്റെ കൂടെ 5 കോൺസിക്യൂട്ടീവ് വൺസ് വരുവാണെങ്കിൽ ആ 5 കോൺസിക്യൂട്ടീവ് വൺസ് കഴിഞ്ഞിട്ട് നമ്മളൊരു 0 ആഡ് ആക്കി കൊടുക്കും. ഇതാണ് ബിറ്റ് സ്റ്റഫിങ്. ഇത്രയേ ഉള്ളൂ ബിറ്റ് സ്റ്റഫിങ്. അപ്പോൾ എവിടെയാണോ 1 0 ആൻഡ് 5 കോൺസിക്യൂട്ടീവ് വൺസ് ഒരുമിച്ച് വരുന്നത് അതിൽ നമ്മൾ ആ 5 കോൺസിക്യൂട്ടീവ് വൺസ് കഴിഞ്ഞതിന് ശേഷം ഒരു 0 സ്റ്റഫ് ചെയ്ത് കൊടുക്കും. ദിസ് ഈസ് കോൾഡ് ബിറ്റ് സ്റ്റഫിങ്. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ ഡേറ്റ ഇതാണ് 0 0 0 1 1 1 1 1 1 0 0 1 1 1 1 1 0 1 3 0, ഇതാണ് നമ്മളുടെ ഡേറ്റ. അപ്പോൾ ഇവിടെ 2 പ്ലേസിലാണ് ഒരു 0ഉം 5 കോൺസിക്യൂട്ടീവ് വൺസും ഒരുമിച്ച് വരുന്നത്. അപ്പോൾ നമ്മൾ 2 പ്ലേസസിൽ സ്റ്റഫ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു 0 എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു 0 എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 ബിറ്റ്സാണ് നമ്മൾ എക്സ്ട്രാ ആഡ് ആക്കി കൊടുത്തത്. ഇത് സെൻഡ് ചെയ്യുന്ന ഫ്രെയിമാണ്. ഇനി റിസീവ് ചെയ്യുന്നത് സെയിം ഫ്രെയിം ആയിരിക്കും. അതിലുള്ള നമ്മൾ ഡേറ്റാസിനെ അൺസ്റ്റഫ് ചെയ്ത് എടുക്കും. ലൈക്ക് നമ്മൾ ആഡ് ചെയ്ത എക്സ്ട്രാ ബിറ്റ്സും ഹെഡർ, ട്രെയിലർ, ഡീലിമിറ്റേഴ്സ് ഇതെല്ലാം തന്നെ ഡിസ്കാർഡ് ചെയ്തിട്ട് നമ്മളുടെ ഒറിജിനൽ മെസ്സേജിനെ തന്നെ നമ്മൾ എടുക്കും. ബിറ്റ് ഓറിയൻറ്റഡ് ഫ്രെയിമിംഗ് ആൻഡ് ക്യാരക്ടർ ഓറിയൻറ്റഡ് ഫ്രെയിമിംഗ്. ഇനി അടുത്ത വീഡിയോയിൽ എറർ ഡിറ്റക്ഷൻ നോക്കാം. എറർ ഡിറ്റക്ഷനിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എറേഴ്സ് ഉണ്ട്. സിംഗിൾ ബിറ്റ് എറർ, ബേസ്റ്റ് എറർ, പിന്നെ അതിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 മെത്തേഡ്സാണ് ഉള്ളത്. ഇതിനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ നോക്കാം. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്